വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുട്ട കീമക്കറിയാണ്. ഇവിടെ ഞാൻ മുട്ട പുഴുങ്ങിയത് 5 എടുത്തിട്ടുണ്ട്. 4 മുട്ടയായാലും കുഴപ്പമില്ല. 3 സബോള എടുത്തിട്ടുണ്ട്. 2 തക്കാളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയ കഷ്ണമാണ്, അത് 2 ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളിയുടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുഴുങ്ങിയ മുട്ട നമുക്ക് കീമയാക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. മെല്ലെ ചെയ്യണം. അങ്ങനെ ഇതുപോലെ ബാക്കി മുട്ടകൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. സബോളയും തക്കാളിയും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ഉടനെ നമുക്ക് സബോള അരിഞ്ഞതിടാം. സബോള അരിഞ്ഞ് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇതിനോടൊപ്പം. ഇത് രണ്ടും കൂടെ ഇളക്കി നന്നായി മൊരിയുന്നിടം വരെ ഇത് കണ്ടിന്യൂസ് നമുക്ക് ഇളക്കണം. ഇപ്പം ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ സബോള നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും കൂടെ ഉള്ളത് ഇടാം. പച്ചമുളക് ഇട്ടു. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇഞ്ചിക്ക് വെളുത്തുള്ളിക്ക് ഒരു മണമുണ്ട്. അത് പോകുന്നിടം വരെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും പച്ചമുളകും മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിടാം. 2 ടീസ്പൂൺ മുളകാണ് ഞാൻ വടിച്ചാണ് എടുത്തേക്കുന്നത്. മുളക് കുറച്ച് മതി. ഇനി 2 ടീസ്പൂൺ ഫുള്ള് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണാണ്, അതിൻ്റെ പകുതിയേ ഇടുന്നുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം. ഇത് ആ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് പച്ചമണം മാറുമ്പോൾ നമ്മൾ ഇനിയും ഇതിനകത്തോട്ട് തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് അതും കൂടെ മുളകും എല്ലാമായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി എൻ്റെ കൂടെ നമ്മളൊരു മഞ്ഞൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഗരം മസാല പകുതി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണാണ്, പകുതി ഇട്ടിട്ടുണ്ട്. പകുതി നമ്മൾ ഒടുവിലിടുന്നതായിരിക്കും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ തക്കാളിയും മസാലയും കൂടെ ഒന്ന് ചേരണം, വെന്തുടയണം. ഈ സമയം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മസാലയും തക്കാളിയും എല്ലാം കൂടെ ചേർന്നിട്ട് അത് വെന്തുടയും. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മസാല നമുക്ക് കുറച്ച് മസാല കൂടുതൽ കിട്ടും. എല്ലാം വെന്തുടഞ്ഞ് വെന്തുടയുന്നതിനൊപ്പം അത് മസാല മൂക്കുകയും ചെയ്യും. ഇനി നമ്മൾ മുട്ട കീമ ഇട്ട് കൊടുക്കുക. നന്നായി മസാല മൂത്തതിന് ശേഷമാണ് ഈ മുട്ട കീമ ഇടുന്നത് കേട്ടോ. മസാല മൂത്തില്ലെങ്കിൽ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അതുകൊണ്ട് മസാല മൂത്തതിന് ശേഷമേ കീമ ഇടാവൂ. കീമ ഇട്ടിട്ട് അത് ഇളക്കുക. അതിനുശേഷം ഇതിനകത്ത് 1 ടീസ്പൂൺ ഫുള്ള് നെയ്യ് ഇടുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ ഇടാം. അതിട്ട് ഇളക്കുക.
നന്നായി നെയ്യെല്ലാം പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളപ്പിച്ച വെള്ളമാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ തിളപ്പിച്ചില്ല. അതിന് ഞാൻ ആ നടുക്കോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് അവിടെ നിന്ന് ചൂടാകുമ്പോൾ മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് പൊടിക്കൈകൾ ഉപയോഗിക്കാം. വെള്ളം ചൂടാകുമ്പോൾ മിക്സ് ചെയ്യുക. നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഗരം മസാല കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ഇളക്കി ഏറെക്കുറെ നമ്മുടെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരത്തേക്കൊന്ന് നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. ഒന്ന് ഒരു ആവി കയറുക അത്രമാത്രം. കുറച്ച് നേരത്തേക്ക് മതി. അധികം ഒരു ജസ്റ്റ് ഒരു ആവി കയറിയാൽ മതിയായിരുന്നു. ഓൾറെഡി നമ്മുടെ കീമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട കീമക്കറി. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.